ഈ ഒരു ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. നമ്മളുള്ളത് ജിഞ്ചൈ ഫോർട്ട്, സെഞ്ചൈ ഫോർട്ട്, ജിഞ്ചി ഫോർട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന തിരുവണ്ണാമലൈ, വിലുപ്പുറം, പോണ്ടിച്ചേരിക്കൊക്കെ അടുത്തായിട്ടുള്ളൊരു കോട്ടയിലാണ് കേട്ടോ. ഏകദേശം 800 വർഷത്തിലേറെ പഴക്കം തോന്നുന്ന കോട്ടയിലാണ്. ഏകദേശം 1000 പടി കയറിയിട്ട് വേണം ഈ കോട്ടയ്ക്ക് മേലിലെത്താനായിട്ടാണ്. മെയിൻ കവാടങ്ങളായിട്ടുള്ള 9 കവാടങ്ങൾ ഈ കോട്ടയ്ക്കുണ്ട്. രാജാവിൻ്റെ കോട്ടയിലേക്കുള്ള ഈ ഒരു വിഷ്വൽ 5ാമത്തെ പാർട്ടാണ് കേട്ടോ. 4 വിഷ്വൽ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്, നമ്മളെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏരിയയിൽ വന്നു കഴിഞ്ഞാലുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഒരുപാട് ആളുകളൊക്കെ വരുന്നതായിട്ട് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നടപ്പാത അത്യാവശ്യം അതിനനുസരിച്ചായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ക്ഷേത്രത്തേക്ക് കയറി നോക്കട്ടാ. നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അകത്താണ് കേട്ടുള്ളത്. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കണം കേട്ടോ. ഒരു സംഭവം ഇല്ല കേട്ടോ, ഒരു ഇരുട്ടറേനെ. ഞാൻ ഫ്ലാഷ് ഓഫായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഫ്ലാഷ് ഓഫാണ് കേട്ടോ, ഒരു ഇരുട്ടറേനെ. ഫ്ലാഷ് ഓണായപ്പോൾ അതാണ് അവസ്ഥ കേട്ടോ. അതാണ് ഒരു ചെറിയ ഡോറ് കാണുന്നത്. ഫ്ലാഷ് ഓഫ് ആക്കുമ്പോൾ ഇങ്ങനെ കേട്ടോ, അറൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ്. ഇത്ര ഇരുട്ടാണെന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു കവാടം വരുന്നുണ്ട്. ആ കവാടത്തിൽ കൂടി നമുക്ക് ഏകദേശം ഏരിയകളൊക്കെ കാണാം. പ്രത്യേകിച്ച് ഇവിടുന്ന് കാണുന്നത് ഈ ഒരു സിറ്റി തന്നെയാണ് കേട്ടോ. അതായത് ഈ ഒരു കോട്ടയുടെ ആ ഒരു എൻട്രൻസ് ഭാഗമുണ്ടല്ലോ, അവിടേക്ക് ഇങ്ങോട്ട് കാണാമെന്നുള്ളതാണ്. അതിനൊക്കെ ഒരു മധ്യമായിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. കണ്ടോ, ആ സെൻറ്റർ ഏരിയ അവിടേക്ക് കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ടാണ് ഏകദേശം ഇതിൻ്റെ രൂപം. ഇപ്പോൾ പോയ ഇരുട്ടറ ഇതിൻ്റെ അടിയിലാണ് കേട്ടോ, ഈ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു അടിയിലാണുള്ളത്. പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിലൊന്നുമില്ല, പൂജകൾ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കേട്ടോ, മൊത്തം കാലിയാണ്. ആ ഒരു ഏരിയയിലൊക്കെ മതിലുകൾ കാണുന്നുണ്ട് കേട്ടോ കോട്ടൻ്റെ. അതായത് ഇവിടെ കോട്ടയെന്ന് സങ്കല്പിച്ചോളേ, ഇവിടെ നിന്ന് കാണുന്ന ഏരിയ മൊത്തം അങ്ങോട്ട് വളയുക എന്നുള്ളതാണ് കേട്ടോ കോട്ടരാജാവിൻ്റെ മെയിൻ പരിപാടി. അതും അടിമകളെ വെച്ച് പണിയെടുപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പോയ സ്ഥലത്ത് നിന്ന് തിരിച്ചു വന്ന് ഈ ഒരു റൂട്ടിലൂടെ നമ്മൾ പോണത്. നല്ല വയർത്തിട്ടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഏരിയക്കെത്തിയപ്പോൾ കുറച്ചൊക്കെ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ കാണാൻ പോകുന്ന ഈ കൗതുകങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒന്നുമല്ല കേട്ടോ. അതാ ഒരു നിർമ്മിതി കാണുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ആയിട്ടാ. എന്താണെന്നുള്ളത് ജസ്റ്റ് പോയേക്കാം. ഇവിടെ ഒരു മറ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇല്ല കേട്ടോ, ഒന്നുമില്ല, ഓപ്പൺ പ്ലേസാണ്. മേലൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞാടാനായിട്ടുണ്ട്. ഒരു ഏരിയ നട്ടെ നമ്മൾ ക്ഷേത്രത്തേക്ക് കടന്നു പോവാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വലിയൊരു കുളം വരുന്നുണ്ട് കേട്ടോ, അടിപൊളി ഒരു കുളം. പക്ഷേ ഒക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞാടിയിട്ടുണ്ട്. സ്റ്റെപ്പുകളൊക്കെ കണ്ടാണ് മനോഹരമായിട്ട് തന്നെ ചെയ്തു വെച്ചതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇല്ല, ഇപ്പോൾ മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞാടിയിട്ടുണ്ട്. ഒക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞാടി കിടക്കുന്നുണ്ട്. അവിടെ അതിൻ്റെ അവശിഷ്ടം കറക്റ്റായിട്ട് കാണാം, സ്റ്റെപ്പുകളായിട്ട് കിടക്കുന്നത്. അത് തട്ടായിട്ടുള്ള സമചതുര കുളമായിട്ടുണ്ടായിരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയുണ്ട് അതിൻ്റെ രൂപകൽപ്പന. ഒരു ഏരിയക്ക് എത്തിയപ്പോൾ ഒരു ക്ഷേത്രം കാണുന്നുണ്ട്. ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, പൂജ കാര്യങ്ങളൊക്കെ. ഇവിടെ ഈ പാറയിൽ അമ്പും വില്ലും എന്നുള്ള ഒരു കാര്യങ്ങളും ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പുരാണങ്ങളിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് അമ്പാണ്, അത് വില്ലാണ്, പിന്നെ ബാക്കി ഓരോ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. അവിടെ ശിവലിംഗം വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഏരിയയിൽ. നമ്മളെ ഈ അവതരണങ്ങളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം നമ്മൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിച്ച് പറയുന്നതല്ല. അപ്പോൾ നമ്മൾ അവതരണത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. തെറ്റുകൾ വരികയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റുള്ളവർക്കും നമുക്കും പഠിക്കാമല്ലോ. പിന്നെ നേരെ മേലേക്ക് വെക്കുമ്പോൾ ഇതുപോലെ ഒരു സൺസൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സൺസൈഡിനായിട്ട് ഇവിടെ ഒരു തൂണ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു തൂണുമേലെ കേട്ടോ സൺസൈഡ് നിൽക്കുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇഷ്ടികളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലാവണില്ല ചേട്ടാ. ഇവിടെ അതുപോലെ തന്നെ ഇഷ്ടികയായിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹൈറ്റിലൊക്കെ ആയിട്ട്. ഇതെന്താ സംഭവം എന്നുള്ളത് അറിയണവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഈ ഒരു പ്രദേശത്ത് നമ്മൾ വന്നു. പിന്നീട് ഇങ്ങനെ ഒഴിഞ്ഞൊരു കാട്ടിലൂടെ തന്നെ ഉണ്ട് നമ്മൾ യാത്ര. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നടക്കാനൊക്കെ നല്ല സുഖമുണ്ട്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് വെള്ളം മാക്സിമം, അതായത് ഒരാൾക്ക് ഒരു 3 ലിറ്ററോ 4 ലിറ്ററോ വെള്ളം കണക്കാക്കിയിട്ടെങ്കിലും എടുക്കണം കേട്ടോ. എന്നിട്ട് സിപ്പ് ചെയ്ത് കുടിക്കുക. ഒരു ഏരിയക്ക് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എന്തോ ഒരു നിർമ്മിതി കാണുന്നുണ്ട്, അങ്ങോട്ട് പോയാൽ കേട്ടോ. പക്ഷേ ഈ ബിൽഡിങ്ങിൻ്റെ ഔട്ടറിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്.
ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മേലൊക്കെ കരിങ്കല്ലുകൾ കൊണ്ടുള്ള സീലിംഗ് തന്നെയാണ്. പിന്നീട് ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു സ്ട്രെച്ചിങ് വരുന്നത്. ഒരു നടുമുറ്റം വരുന്നത് പോലത്തെ ഒരു സ്ഥലം കേട്ടോ, നടുമുറ്റം വരുന്നത് പോലത്തെ ഒരു ഏരിയ. ഒരു ഏരിയ ഇവിടെ താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടേ പിന്നീട് നിർമ്മിച്ചൊരു സംഭവട്ടത്. അവിടെ ഇങ്ങനെ താന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിർമ്മിച്ചാവുന്നുണ്ട്. ഈ ഒരു കെട്ടിടത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു മലയുടെ പൂർണ്ണ രൂപം നമുക്ക് കിട്ടും കേട്ടോ. അവിടെ ഇങ്ങനെ കോട്ടയുടെ ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഈ ഒരു മലയുടെ നിർമ്മിതി ഒരു വ്യത്യസ്ത സ്ട്രെച്ചിങ്. ഈ ഒരു ഏരിയ കൂടെ ഇങ്ങനെ വന്ന് ഇവിടെ നോക്കിയപ്പോൾ ഒരുപാട് കോട്ടയുടെ മതിലുകൾ വീണ്ടും കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു ഏരിയ നിന്നൊക്കെ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് കയറി പോകേണ്ടത് ഈ ഒരു ഏരിയ കൂടെ കേട്ടോ. കല്ലുകളൊക്കെ രൂപഘടന എന്ന് പറഞ്ഞാൽ വേറെ രീതിയാണ് കേട്ടോ. നോക്കാണേ എന്താണ് സംഭവം എന്ന് അറിയില്ല കേട്ടോ. ഈ ഒരു കല്ലിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര കൂളിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ AC-ലൊക്കെ ഇരിക്കൂലേ, ആ ഒരു കൂളിങ് ഇങ്ങനെ മുഖത്ത് കടിക്കട്ടാ. ഇതിനെ പറ്റിയിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കും. ഈ ഒരു കല്ലിൻ്റെ വേറെ തന്നെ സ്ട്രെച്ചിങ്. ഇവിടെ നല്ല തണുപ്പ് ഇങ്ങനെ കയറി നമ്മളെ ശരീരത്തേക്ക് കേട്ടോ. ഇതൊരു വഴിയാണ്, ഞാൻ കറക്റ്റായിട്ടാണ് ഇറങ്ങാൻ പറ്റിയാൽ ഞാൻ കാണിച്ചു തരും. അതാ മതിലുകൾ കാര്യങ്ങളൊക്കെ കണ്ടാ. ഇതിൽ കൂടെ ഒന്നാണ്ട് ഇറങ്ങി നോക്കട്ടാ. ഗുഹയാണ്, ഗുഹ കാണുന്നതേ ഒരു ഗുഹ മതിലാട്ടാ. അതേപോലെ ഈ ഒരു ഏരിയക്കൊക്കെ ഗുഹകളുണ്ട് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് ഗുഹയാണ്. ആ കല്ലവിടെ അടച്ചു വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയത് ഈ ഒരു ഏരിയ കേട്ടോ. ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെയാണ് ഇറങ്ങി നോക്കിയത് ആ ഗുഹൻ്റെ അടുക്ക്. നമ്മൾ എത്തിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വലിയ മതിൽക്കെട്ടുകൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു ഗർത്തം കാണുന്നുണ്ട് കേട്ടോ. പിന്നെ കല്ലുകളെ കാര്യം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഉരുളക്കല്ലുകൾ ഇങ്ങനെ പെറുക്കിട്ട മാതിരി. അപ്പോൾ നോക്കി ഏകദേശം വീതി മനസ്സിലാക്കട്ടോ. പൊളിഞ്ഞാടി പോയതാണ്. ഞാൻ പറഞ്ഞ ആ ഗുഹ ഇതിൽ കൂടെ കിണറ്റ് പോകണത് കണ്ടണേ. അതിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ എത്തിയ ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ നല്ല കനത്തിലുള്ള മതിൽക്കെട്ടുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ നിലത്തെ ഇഷ്ടികയെന്ന് പാകിയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ജീർണിച്ച് പോയിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ വെടി വെക്കാനുള്ള തോക്ക് വെക്കാനുള്ള ഗ്യാപ്പുണ്ട്. നമ്മൾ ഈ ഒരു ഏരിയക്ക് എത്തിയപ്പോൾ ഇതിൽ കൂടെ ആണ് കയറേണ്ടത്. കാണുന്ന സ്റ്റെപ്പുകൾ ഇനി കവാടം നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. എല്ലാ കവാടം പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു എൻട്രൻസ് കാണാം. ഈ ഒരു ഏരിയ ഇവിടെ ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു ഏരിയ. കവാടം കയറി വന്നാലും ഇതുപോലെ സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, മതിലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തോക്ക് വെച്ച് വെടിയേക്കാനുള്ള ഗ്യാപ്പുകൾ കാര്യങ്ങളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. ഈ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതിൽ നല്ലൊരു കൊത്തുപണിയിൽ ഒരു ഹനുമാൻ്റെ രൂപം കാണുന്നുണ്ട്. പിന്നെ മേലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ മതിൽക്കെട്ടുകൾ കാണുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ എന്താ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് അറിയുമോ? ഇത് ഇന്നത്തെ കാലത്ത് നടക്കുമോ ഇല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ചിന്തിക്കണം കേട്ടോ. എത്ര കാലം മുന്നേ ഇത് ചെയ്തിക്കണം എന്നുള്ളത് ചിന്തിക്കണം. അതാണ് ഹൈലൈറ്റ്. അപ്പോൾ ഇതുവരെ ഉള്ളത് ഒരു എപ്പിസോഡാക്കി മാറ്റിയിട്ട് ഇത് നമ്മൾ 5ാമത്തെ എപ്പിസോഡും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് 6ാമത്തെ എപ്പിസോഡും ആക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കണ്ടമാനം കൗതുകങ്ങൾ നിറഞ്ഞ കാഴ്ച ആയതുകൊണ്ട് തന്നെ A to Z വിഷ്വൽ വരുന്നതുകൊണ്ടാണ് കേട്ടോ ലോങ് ആയി പോകുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ ചുരുക്കി കണ്ടുണ്ടാക്കുന്നത്.